ഗ്ലാസ് ചായ കൊണ്ടുതാ വൈകിട്ടോളൂ.哎呦我的妈！വീട്ടിലായിരുന്നപ്പോൾ ഒരു വയ്യായ വരുമ്പോൾ കട്ടിരുന്ന് പോലെ എണിക്കാത്ത ഞാനാ. കച്ചവടം കഴിഞ്ഞിട്ട് ഉള്ള പണി മൂന്നും എടുക്കണം വയ്യെങ്കിലും. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് വയ്യ പണിയെടുക്കണം. പോയി കിടന്നുറങ്ങാൻ പോകും. ഉറങ്ങിക്കണവര് പറയുമ്പോൾ നീ എന്തൊട്ട് ഇവിടെ വന്ന് കിടക്കണേ? ഇവിടെ വീട്ടിൽ എത്ര കൂട്ടം പണിയുണ്ടെന്ന് അറിയോ? ഇല്ലമ്മ, ഭയങ്കര തലവേദന, തീരെ വയ്യ. ഞങ്ങൾക്ക് ഈ തലവേദന മൂക്കുവേനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളും ഇവിടെ പണിയെടുക്കണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇവിടെ വന്ന് കിടന്നിട്ടൊന്നുമില്ല. അതിനെങ്ങനെയാ വീട്ടിൽ നിന്ന് പറഞ്ഞു തരണം എന്തൊക്കെ ചെയ്യണ്ടേന്ന്. തലവേദനയും ജലദോഷം സൈഡിൽ കൂടെ പോകുമ്പോഴേക്കും ഒന്ന് കിടക്കില്ല. ചേട്ടാ, ഇതൊക്കെ എന്ത് പിള്ളേരുടെ അമ്മമാര് പറഞ്ഞു കൊടുക്കത്താണോ? ചെല്ലേ, നല്ല പണിയെങ്ങാനും ഉണ്ടാവും. രാത്രിയിലെങ്ങാനും വന്ന് കിടന്നാൽ മതി. അപ്പോഴും കിടക്കാനും ഇഷ്ടം പോലെ. വയ്യണ്ടായി പൂത്ത് പോലെ കിടക്കണം കാണാലോ. ഞാനങ്ങനെ ഒന്ന് കിടന്നു കളഞ്ഞേ ഇങ്ങനെ പറഞ്ഞു കിട്ടും. കോപ്പ് രാത്രി ഏത് നേരത്തെ കല്യാണം കഴിക്കാൻ വീട്ടിൽ കുത്തിയെടുത്താൽ മതിയായിരുന്നു. സംഗീതിക്കാൻ പോയാലും മതിയായിരുന്നു. 24 മണിക്കൂർ കിടന്ന് ഉറങ്ങെങ്കിലും ചെയ്യാനും. എൻ്റെ ക്ലാസ്സിൽ പഠിക്കണം, എത്ര കല്യാണമായിട്ട് ജീവിക്കണം. കാണുമ്പോൾ കൊതിയാവും. ആ പ്രായത്തിൽ കല്യാണം കഴിച്ച് നടക്കാനുള്ള ബുദ്ധി. കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിക്കാത്തവരെ നോക്കി കുത്തിരുന്ന് കൊതി ഇറക്കും. നീതി